കൊച്ചിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേബിൾ കുരുങ്ങി അപകടമുണ്ടായിരിക്കുകയാണ്. കറുകപ്പള്ളി സ്വദേശി വിദ്യാർത്ഥിയായ അബുൽ ഹസനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ അബുൽ ഹസന്റെ കൈവിരൽ അറ്റുപോവുകയും പിന്നീട് ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അബുൽ ഹസൻ ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അബുലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? ഞാൻ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുതന്നെയായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ അതിന്റെ പുറകിന് അത് എടുത്തു വെക്കാൻ വേണ്ടി സൈക്കിളിന് ഞാൻ പോണായിരുന്നു. പെട്ടെന്ന് ഈ ലൈൻ കമ്പി കണ്ടില്ല. അപ്പൊ അത് കയ്യില് ഹാൻഡിൽ ബാറി സൈക്കിളിന്റെ ഹാൻഡിൽ ചുറ്റി അപ്പത്തേക്കും കയ്യിലെ ആ മോതിരത്തിന്റെ ഒപ്പം ചുറ്റിപ്പോയി. ഇത് വീണ സമയത്ത് ഇത് ദശ മാത്രം വന്നിട്ട് എല്ലാം അങ്ങനെ അവിടെ ദശ മാത്രം ഊരി വന്നു. അതുകൊണ്ട് അപ്പത്തേക്കും എന്റെ ബോധമൊക്കെ പോയി എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണായിരുന്നു. ആരാണ് ആദ്യം? നാട്ടുകാരുണ്ടായിരുന്നു സ്ഥലത്ത്? നാട്ടുകാര് വാപ്പാനെ വിളിച്ച് വാപ്പ തന്നെ വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വാപ്പ വീട്ടിലുണ്ടായി. ഒരു വീടിന്റെ അടുത്ത് വെച്ച് തന്നെ സംഭവിക്കണം. അപ്പൊ തന്നെ വാപ്പ ഓടി വന്ന് കാറെടുത്ത് ആശുപത്രിയിൽ പോയി. ഈ വിരലറ്റു തൂങ്ങിയിരുന്നു? തൂങ്ങി കിടക്കണായിരുന്നു. ആ മാംസം മാത്രം തൂങ്ങിയിട്ട് എല്ല് മാത്രമായിട്ടിരിക്കണം. ജിയോയുടെ കേബിളിലാണ് ഇതായത്. ഇതിനു മുമ്പ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കേബിൾ കുരുങ്ങി അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കറുകപ്പള്ളിയിൽ എല്ലായിടത്തും ഇങ്ങനെയാണ്. ഈ കേബിളൊക്കെ വീണ് കിടക്കണാണ്. ഒരു സ്ഥലത്തും മര്യാദക്ക് ഇതാക്കി വെച്ചിട്ടില്ല. ഒരു സ്ഥലത്തും. ഇപ്പൊ ഈ കൈയുടെ വിരലറ്റതല്ലാതെ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? മറ്റു പരിക്കൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ രണ്ട് നരമ്പിന് ഡാമേജ് ഉണ്ട്. പിന്നെ ടിഷ്യൂ ഡാമേജ് ആയിട്ടിരിക്കണാണ്. വിരലിന്റെ ടിഷ്യൂ. ഇനി തിങ്കളാഴ്ച പോകുമ്പോൾ അറിയുള്ളൂ എന്താ. പിന്നെ സർക്കുലേഷൻ ആയിട്ടില്ല. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി വന്നോളൂ കയ്യിൽ. ഇങ്ങനെ ഇത് ജോയിന്റ് ആക്കിയേക്കണേ വീണ്ടും എടുത്തു. നമ്മളോടൊപ്പം അബുലിന്റെ പിതാവ് ഷാഫി കൂടി ചേരുന്നുണ്ട്. ഇപ്പൊ ഈ സംഭവത്തിൽ പരാതി എന്തെങ്കിലും പോയിട്ടുണ്ടോ? പരാതി ഇവിടെ നമ്മളെ കൊടുത്തിട്ടുണ്ട്. മറ്റേ ടെസ്റ്റ് കണ്ടത് നമ്മൾ ചോദിക്കൂല എന്താ പറ്റിയാണ്. ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേബിൾ ഇങ്ങനെ പറ്റിയാണ്. അപ്പോൾ അത് പോലീസുകാരെ അന്വേഷിക്കട്ടെ. പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി പരാതി കൊടുക്കണം. അങ്ങനെ ഇനി ഒരു ആൾക്കും പറ്റരുത്. നമ്മൾക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും ഈ കേബിൾ കുടുങ്ങി ഒരുപാട് പേരാണ് ഇപ്പോൾ അപകടത്തിൽ പെടണം. അപ്പം നമ്മുടെ മോനിക്ക് പറ്റിയൊരു ഒരാൾക്കും സംഭവിക്കരുത്. അതാണ് നമ്മുടെ തീരുമാനം. അതാണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഈ പ്രദേശത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ മുമ്പ് ഉണ്ടായത് ഇടപെട്ടിട്ടുണ്ടോ? നമുക്ക് അറിയാവുന്നൊരു പയ്യന്റെ അവന്റെ പേരെന്താ മോനെ? ഇർഫാൻ എന്ന് പറഞ്ഞ പേര്. ഇർഫാൻ എന്ന് പറഞ്ഞ പയ്യന്റെ തലയെ കുടുങ്ങിയിട്ട് നട്ടിലൊടിഞ്ഞു പോയി. അവന് സീരിയസ് ആണ്. വീട്ടിലാണെന്നുള്ളൂ. ഇപ്പോൾ ഇപ്പം ശരിയായി. ഓപ്പറേഷൻ ചെയ്ത് ശരിയായി. അതുപോലെ തന്നെ ഒരുപാട് പേരൊക്കെയുണ്ട്. അവരും പറയാത്തതാണ്. അവൻ തിന്ന വേദന നമുക്ക് എത്ര വേദന അവൻ സഹിച്ചാണ്. നോമ്പായിരുന്നാണെങ്കിൽ. അപ്പോൾ നമ്മൾ സങ്കടമായി പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനത്തെ കേബിൾ എങ്ങനെ നിർത്താൻ പറ്റുമെങ്കിൽ അത്ര നിർത്തിക്കളയണം. നാടിനിങ്ങനെ ഭവിഷ്യത്ത് പാടില്ല. ഇങ്ങനെ എന്തോരം കുട്ടികൾ പോകണമാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.